നമസ്കാരം, മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. ഇടുക്കി കാഞ്ചിയാറിൽ നിന്നും നടക്കുന്ന ഒരു വാർത്ത പുറത്തു വരികയാണ്. അതായത് ഒരു 16 വയസ്സുകാരിയെ തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തിയിരിക്കുകയാണ്. കക്കാട്ടുകട സ്വദേശിയാണ് ഇത്തരത്തിൽ തൂങ്ങി മരിച്ചിരിക്കുന്നത്. വീടിന് പുറകിലുള്ള മുറിയിലാണ് പെൺകുട്ടിയുടെ മൃതദേഹം കണ്ടെത്തിയത്. പോലീസ് സ്ഥലത്തെത്തി ഇൻക്വസ്റ്റ് നടപടികൾ പൂർത്തിയാക്കുന്നുണ്ട്. മരണകാരണം കണ്ടെത്താൻ പോലീസ് അന്വേഷണം തുടങ്ങി. 10ാം ക്ലാസ് കഴിഞ്ഞ കുട്ടി +1 അഡ്മിഷനായുള്ള ഒരുക്കങ്ങളിലായിരുന്നു. ഈ ഒരു അഡ്മിഷനായുള്ള ശ്രമങ്ങളൊക്കെ പുരോഗമിക്കുന്നതിനിടയിലാണ് ഇത്തരത്തിലൊരു സംഭവം ഉണ്ടായിരിക്കുന്നത്. വീട്ടുകാരുമായി യാതൊരു പ്രശ്നവുമില്ല, അല്ലെങ്കിൽ വീട്ടിൽ അത്തരത്തിൽ ഒരു മരണത്തിലേക്ക് പോകാൻ തരത്തിലുള്ള പ്രശ്നങ്ങളൊന്നും വീട്ടിലില്ല എന്നാണ് വീട്ടുകാർ നൽകുന്ന മൊഴി. എന്താണ് സംഭവിച്ചത്? 16കാരി എന്തിന് ഇത്തരത്തിലൊരു കൊടും ക്രൂരത ചെയ്തു, അല്ലെങ്കിൽ ഒരു കടുങ്കൈ ചെയ്തു എന്നതും ഒരു ചോദ്യം തന്നെയാണ്. തീർച്ചയായിട്ടും ഇപ്പോൾ കുട്ടികളുടെ ഭാഗത്ത് നിന്ന് ഇത്തരത്തിൽ ആത്മഹത്യാ പ്രവണത വർദ്ധിക്കുന്ന സാഹചര്യമാണ് നിലവിലുള്ളത്. എത്രയോ സംഭവങ്ങൾ നമ്മൾ കേട്ടിരിക്കുന്നു. ഈ ഒരു പ്രായത്തിലുള്ള കുട്ടികൾ ആത്മഹത്യ തിരഞ്ഞെടുക്കുന്ന സാഹചര്യത്തിലേക്ക് എത്തി നിൽക്കുന്നു എന്നതും ഏറ്റവും ശ്രദ്ധേയമാണ്. എന്തായാലും ഈ 16കാരിക്ക് എന്താണ് സംഭവിച്ചത്, എന്തിന് ആത്മഹത്യ ചെയ്തു എന്നതടക്കമുള്ള ചോദ്യങ്ങൾ ബാക്കിയാകുന്നു. അന്വേഷണം പുരോഗമിക്കുന്നുണ്ട്. ഇൻക്വസ്റ്റ് നടപടികൾക്ക് ശേഷം മൃതദേഹം ആശുപത്രിയിലേക്ക് മാറ്റും. പോസ്റ്റ്മോർട്ടത്തിന് ശേഷം മൃതദേഹം ബന്ധുക്കൾക്ക് വിട്ടു നൽകും. ഈയിടയ്ക്ക് തിരുവനന്തപുരം നേമത്ത് 4ാം ക്ലാസ്സുകാരി വീട്ടിൽ തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തിയ സംഭവം അക്ഷരാർത്ഥത്തിൽ അത് നടുക്കുന്നതായിരുന്നു. അതായത് ഒരു 4ാം ക്ലാസ്സുകാരിക്ക് തൂങ്ങി മരിക്കാനുള്ള കുരുക്കിടാൻ അറിയാമോ? ഇത്തരത്തിലുള്ള ബുദ്ധി ആര് പറഞ്ഞു, അല്ലെങ്കിൽ അത് എവിടെ നിന്ന് പഠിച്ചു എന്ന ഒരുപാട് ചോദ്യങ്ങൾക്ക് വഴിവെച്ച സംഭവമായിരുന്നു. പോലീസ് അന്വേഷണത്തിൽ 4ാം ക്ലാസ്സുകാരി തന്നെയാണ് തൂങ്ങി മരിച്ചത് എന്നും ഉറപ്പിച്ച് കണ്ടെത്തിയിരുന്നു. എന്തായാലും ആ ഒരു സംഭവവുമായി ബന്ധപ്പെട്ട് അമ്മ വഴക്ക് പറഞ്ഞതിൻ്റെ വിഷമത്തിലായിരുന്നു അഹല്യ എന്ന 4ാം ക്ലാസ്സുകാരി അന്ന് ആത്മഹത്യ ചെയ്തത്. നേമം പോലീസ് സ്റ്റേഷൻ പരിധിയിലെ ശാന്തിവിള സ്വദേശി ശ്യാമിന്റെയും ലേഖയുടെ മകൾ അഹല്യയാണ് മരിച്ചത്. ഇരുവരും കൂലിപ്പണിക്കാരാണ്. രാവിലെ അമ്മ ആശുപത്രിയിലേക്ക് പോകാൻ ഇറങ്ങിയപ്പോൾ കുട്ടി ഒപ്പം വരുന്നുവെന്ന് പറഞ്ഞ് വാശി പിടിച്ചു. പറ്റില്ലെന്ന് അമ്മ പറഞ്ഞ് കുട്ടിയെ വഴക്കു പറഞ്ഞു. ഇതിന്റെ മനോവിഷമത്തിലാണ് കുട്ടി ജീവൻ ഒടുക്കിയതെന്നാണ് സൂചനയായിരുന്നത്. അച്ഛനും അമ്മയും പുറത്തു പോകുന്നതിനാൽ സൂക്ഷിച്ച് ഒരിടത്ത് അടങ്ങിയിരിക്കണമെന്നും കുട്ടിയോട് പറഞ്ഞിരുന്നതായും പോലീസ് വ്യക്തമാക്കി. അച്ഛന്റെ സഹോദരിക്കൊപ്പമാണ് അഹല്യയെ വീട്ടിലാക്കി മാതാപിതാക്കൾ ആശുപത്രിയിലേക്ക് പോയത്. അവർ ഭക്ഷണം പാകം ചെയ്ത ശേഷം ഭക്ഷണം കഴിക്കാനായി കുട്ടിയെ വിളിച്ചിട്ടും വന്നില്ല. തുടർന്ന് അടച്ചിട്ടിരുന്ന മുറിയുടെ ജനാലയിലൂടെ നോക്കിയപ്പോഴാണ് കുട്ടിയെ തൂങ്ങി മരിച്ച നിലയിൽ കണ്ടത്. വീട്ടിലെ ഫാനിൽ തുണികെട്ടി മേശയിൽ കയറി നിന്ന് കുരുക്ക് കഴുത്തിലിട്ടതാകാമെന്നാണ് പോലീസിന്റെ നിഗമനം. വിവരമറിഞ്ഞ് സ്ഥലത്തെത്തിയ നേമം പോലീസ് കേസെടുത്തിരുന്നു. നിയമപരമായ നടപടിക്രമങ്ങൾക്ക് ശേഷം മൃതദേഹം ആശുപത്രിയിലേക്ക് മാറ്റിയിരുന്നു. പോസ്റ്റ്മോർട്ടത്തിന് ശേഷം ബന്ധുക്കൾക്ക് വിട്ടു നൽകി. അതുപോലെ തന്നെ ഇൻക്വസ്റ്റ് നടപടികളൊക്കെ പൂർത്തിയാക്കിയിരുന്നു. എന്തായാലും ഇത്തരത്തിൽ ഈ കുട്ടികളൊക്കെ ആത്മഹത്യ ചെയ്യുന്നു എന്നത് വളരെ വേദനാജനകവും ആശങ്കാജനകമാണ്. അതായത് എങ്ങനെ പ്രശ്നങ്ങൾ അഭിമുഖീകരിക്കണമെന്ന് അറിഞ്ഞൂടാത്ത പ്രായത്തിലാണ്, അല്ലെങ്കിൽ ഈ കുഞ്ഞു പ്രായത്തിലൊക്കെ ഇത്തരത്തിൽ ആത്മഹത്യ തിരഞ്ഞെടുക്കുന്നു, അല്ലെങ്കിൽ ആത്മഹത്യയെപ്പറ്റി ചിന്തിക്കുന്നു എന്നത് തന്നെ മലയാളികളെ സംബന്ധിച്ച് അത് നടക്കുന്ന ഒരു വിവരമാണ്. നമ്മളെ വീട്ടിലെ കുട്ടികളൊക്കെ എങ്ങനെ ഇത്തരത്തിൽ ആത്മഹത്യ ചെയ്യാനുള്ള കുരുക്ക് പഠിക്കുന്നു, അത് മാത്രമല്ല എങ്ങനെ അവർ ഈ ഒരു ആത്മഹത്യയിലേക്ക് എന്ന ചിന്തയിലേക്ക് എത്തുന്നു. ഒരു നിസ്സാര വഴക്ക് പറഞ്ഞതിന് ആത്മഹത്യ ചെയ്യുന്ന 4ാം ക്ലാസ്സുകാരി, അത്തരത്തിൽ ഒരുപാട് സംഭവങ്ങൾ നമ്മൾ കേട്ടിരിക്കുന്നു. അപ്പോൾ തീർച്ചയായിട്ടും ആത്മഹത്യാ പ്രവണത വർദ്ധിക്കുകയാണ്. ആത്മഹത്യ ഒന്നിനും ഒരു പരിഹാരമല്ല എന്ന് നമ്മൾ വലിയവരോട്, അതായത് മുതിർന്നവരോട് പറയാറുണ്ട്. പക്ഷെ അതിപ്പോൾ കുട്ടികളോടും കൂടി പറയേണ്ട സ്ഥിതിയിലേക്ക് കാര്യങ്ങൾ എത്തി നിൽക്കുകയാണ്. ഒന്ന് തിരിഞ്ഞ് രണ്ടാമത്ത് ആത്മഹത്യയെപ്പറ്റി ചിന്തിക്കുന്ന തലത്തിലേക്ക് എല്ലാവരും എത്തിയിരിക്കുന്നത്. ഇപ്പോൾ പ്രായഭേദ വ്യത്യാസം എന്നെ എല്ലാവരും അത്തരത്തിലൊരു ചിന്താഗതിയിലേക്ക് എത്തിയിരിക്കുന്നു എന്നൊരു സംഭവം അത് അക്ഷരാർത്ഥത്തിൽ ആശങ്കാജനകം തന്നെയാണ്. ഇനി നമുക്ക് മറ്റു ചില വാർത്തകൾ ഒന്ന് ഒറ്റനോട്ടത്തിൽ നോക്കാം. മലാപ്പറമ്പ് പെൺവാണിഭ കേസിലേക്കാണ് നമ്മൾ അടുത്ത് പോകുന്നത്. ഈ സിറ്റി പോലീസിലെ 2 പോലീസുകാരും കൂടി പ്രതികളെന്നാണ് ഇപ്പോൾ പുറത്തുവരുന്ന വിവരങ്ങൾ സൂചിപ്പിക്കുന്നത്. കൺട്രോൾ റൂമിലെ ഡ്രൈവർമാരായ കെ ഷൈജിത്ത്, കെ സനിത് എന്നിവരെയാണ് കേസിൽ യഥാക്രമം 11ഉം 12ഉം പ്രതികളാക്കിയിരിക്കുന്നത്. മാത്രമല്ല 2 പേരുടെയും ബുധനാഴ്ച വൈകിട്ടോടെ പോലീസിൽ നിന്ന് സസ്പെൻഡ് ചെയ്യുന്ന നടപടിയും സ്വീകരിച്ചിട്ടുണ്ട്. ടൗൺ അസിസ്റ്റന്റ് കമ്മീഷണറുടെ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിലാണ് ഈ ഒരു നടപടി സ്വീകരിക്കുന്ന തലത്തിലേക്ക് കാര്യങ്ങളെത്തിയത്. മലാപ്പറമ്പിൽ ഒരു അപ്പാർട്ട്മെന്റ് കേന്ദ്രീകരിച്ച് പ്രവർത്തിച്ചിരുന്ന പെൺവാണിഭ കേന്ദ്രം വെള്ളിയാഴ്ചയാണ് നടക്കാവ് പോലീസ് റെയ്ഡ് ചെയ്തത്. നടത്തിപ്പുകാരിയായ വയനാട് ഇരുളം സ്വദേശി ബിന്ദു അടക്കം 9 പേരെ ഇവിടെ നിന്ന് അറസ്റ്റ് ചെയ്യുന്ന സാഹചര്യമുണ്ടായി. തുടരന്വേഷണത്തിലാണ് പോലീസുകാർക്കെതിരെ തെളിവ് കിട്ടിയത്.
കൂടാതെ ഇവരെ പ്രതിപട്ടികയിൽ ചേർക്കുകയും ഇവർക്കെതിരെ നടപടി സ്വീകരിക്കുകയും ചെയ്തു. നടത്തിപ്പുകാരിയുടെ സുഹൃത്ത് ഗൾഫിലുള്ള ബാലുശ്ശേരി വട്ടോളി ബസാർ സ്വദേശി അമനീഷ് കുമാറിനെ കേസിൽ 10ാം പ്രതിയായി ചേർത്തിരിക്കുകയാണ്. അമനീഷിന്റെ അക്കൗണ്ടിൽ നിന്ന് ഷൈജിത്തിന്റെ അക്കൗണ്ടിലേക്ക് പണം വന്നുവെന്ന് അന്വേഷണത്തിൽ കണ്ടെത്തി. ഷൈജിത്തിന്റെ അക്കൗണ്ട് വിവരങ്ങളും ഏതെല്ലാം ബാങ്കിലാണ് പണം നിക്ഷേപിച്ചിട്ടുള്ളതെന്നും അന്വേഷണ സംഘം പരിശോധിക്കുന്നുണ്ട്. എന്തായാലും നടക്കാവ് പോലീസാണ് അന്വേഷണം നടത്തുന്നത്. ബാങ്ക് അക്കൗണ്ടിലേക്ക് ലക്ഷങ്ങളുടെ നിക്ഷേപം വന്നിട്ടുണ്ടെന്നും ഇത് ഏതെല്ലാം കാലഘട്ടത്തിലാണെന്ന് പരിശോധിക്കേണ്ടതുണ്ടെന്നും പോലീസ് വ്യക്തമാക്കി. 2022 മുതൽ പലതവണയായി അക്കൗണ്ടിലേക്ക് പണം എത്തിയെന്നും വ്യക്തമായിട്ടുണ്ട്. ഈ വർഷവും ഇത്തരത്തിൽ നിക്ഷേപമുണ്ടായി. ഗൂഗിൾ പേ, ഫോൺ പേ എന്നിവ വഴിയാണ് നിക്ഷേപം നടത്തിയത്. ഈ അക്കൗണ്ട് സംബന്ധിച്ച ഇടപാടുകൾ ഇവിടെ നിയന്ത്രിക്കുന്നത് പെൺവാണിഭ കേന്ദ്രത്തിന്റെ നടത്തിപ്പുകാരിയായ ബിന്ദുവാണ് എന്നാണ് അന്വേഷണത്തിൽ പോലീസ് കണ്ടെത്തിയത്. മാത്രമല്ല, ഈ കോഴിക്കോട് വിജിലൻസ് വിഭാഗത്തിലെ ഡ്രൈവർ കൂടിയായിരുന്നു ഈ പോലീസുകാരനായ ഷൈജിത്ത്. പെൺവാണിഭ കേസിൽ പ്രാഥമിക അന്വേഷണ റിപ്പോർട്ട് വന്നിരുന്നു. ഈ പ്രാഥമിക അന്വേഷണ റിപ്പോർട്ട് വന്നതോടെയാണ് വിജിലൻസിൽ നിന്ന് കൺട്രോൾ റൂമിലേക്ക് മാറ്റിയത്. സനിത്തും ഈ സംഘത്തിനൊപ്പം പ്രവർത്തിച്ചിരുന്നു, അല്ലെങ്കിൽ ഇവർക്ക് വേണ്ടിയിട്ട് ഒരുപാട് കാര്യങ്ങൾ ചെയ്തിരുന്നു. പ്രത്യേകിച്ച് സാമ്പത്തിക ഇടപാട് അടക്കം നടത്തി എന്നതടക്കമുള്ള കണ്ടെത്തലുകളാണ് പ്രാഥമിക അന്വേഷണത്തിൽ അന്വേഷണ സംഘം കണ്ടെത്തിയത്. ഈ പോലീസുകാർ 3 വർഷം മുമ്പ് മെഡിക്കൽ കോളേജ് പോലീസ് സ്റ്റേഷനിൽ ജോലി ചെയ്തിരുന്നു. അതിനിടയിൽ ബിന്ദു സമാനമായ കേസിൽ പിടിയിലായ പ്രതിയും കൂടിയാണ്. അന്ന് തുടങ്ങിയ പരിചയം, അതായത് ആ ഒരു കേസിൽ പിടിയിലായപ്പോൾ ഇവരുമായി പരിചയപ്പെടുന്നു, അത് കൂടുതൽ അടുപ്പത്തിലേക്കാകുന്നു എന്നതടക്കമുള്ള വിവരങ്ങളാണ് വരുന്നത്. പോലീസുകാർക്ക് സംഘവുമായുള്ള ബന്ധത്തെക്കുറിച്ച് അന്വേഷണ സംഘത്തിന് നേരത്തെ തന്നെ സൂചന കിട്ടിയിരുന്നു എന്നാണ് നമുക്ക് പുറത്തു വരുന്ന വിവരങ്ങളൊക്കെ സൂചിപ്പിക്കുന്നത്. റെയ്ഡിൽ ഇവരെ അടക്കം അറസ്റ്റ് ചെയ്യാനായിരുന്നു സിറ്റി പോലീസ് ഉന്നത ഉദ്യോഗസ്ഥരുടെ തീരുമാനം. അതിനുള്ള ശ്രമവും ബന്ധപ്പെട്ടവരുടെ ഭാഗത്തു നിന്നുണ്ടായിരുന്നു. എന്നാൽ അന്ന് അത് വിജയിച്ചില്ല. എന്തായാലും ഈ മലാപ്പറമ്പ് പെൺവാണിഭ കേസുമായി ബന്ധപ്പെട്ട് നിർണായക വിവരങ്ങളാണ് പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത്. ഓരോ മണിക്കൂറുകളും നടക്കുന്ന വിവരങ്ങളാണ്. പ്രത്യേകിച്ച് 2 പോലീസുകാരും കൂടി കേസിൽ പ്രതികളായിരിക്കുന്നു എന്നത് ശരിക്കും നടക്കുന്നതായി മാറിയിരിക്കുകയാണ്. കൺട്രോൾ റൂമിലെ ഡ്രൈവർമാരായ കെ ഷൈജിത്ത്, കെ സനിത്ത് എന്നിവരെയാണ് ഇപ്പോൾ 11ഉം 12ഉം പ്രതികളാക്കിയിരിക്കുന്നത്. എന്തായാലും ഇവരെ സസ്പെൻഡ് ചെയ്യുന്ന നടപടിയിലേക്കും കാര്യങ്ങൾ എത്തിയിട്ടുണ്ട്. മലാപ്പറമ്പിൽ ഒരു അപ്പാർട്ട്മെന്റ് കേന്ദ്രീകരിച്ചാണ് ഈ പെൺവാണിഭ കേന്ദ്രം പ്രവർത്തിച്ചുകൊണ്ടിരുന്നത്. ഒരിടയിൽ ഈ പെൺവാണിഭ കേസുകളൊക്കെ വളരെ കുറവായിരുന്നു. പക്ഷെ വീണ്ടും പെൺവാണിഭം നടക്കുന്നുണ്ട്, അല്ലെങ്കിൽ അത്തരത്തിലുള്ള കേസുകൾ വീണ്ടും നമ്മുടെ സമൂഹത്തിൽ റിപ്പോർട്ട് ചെയ്യപ്പെടുന്നുണ്ട് എന്ന വിവരം ആശങ്കാപരം തന്നെയാണ്. ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത.